ഈ കാലഘട്ടത്തിൽ ഏറെ പേരും ആശ്രയിക്കുന്നത് ഓൺലൈൻ ടാക്സി സർവീസുകളെയാണ്. തിരക്കേറിയ സിറ്റി ലൈഫിൽ ട്രാഫിക് തരണം ചെയ്ത് ഡ്രൈവ് ചെയ്യാൻ മടിയുള്ളവർക്ക് ഏറെ ആശ്വാസവുമാണ് ഇതുപോലെയുള്ള സർവീസുകൾ. എന്നാൽ പൊതുജനങ്ങളെ ബുദ്ധിമുട്ടിലാക്കാൻ സാധ്യതയുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ പുറത്തു വരുന്നത്. വിവിധ ആവശ്യങ്ങൾ ഉന്നയിച്ച് അനിശ്ചിതകാലത്തേക്ക് സമരം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഓൺലൈൻ ടാക്സികൾ. ജൂലൈ 21 മുതൽ സമരത്തിലേക്ക് കടക്കുമെന്നാണ് ഇപ്പോൾ അവർ മുന്നറിയിപ്പ് നൽകിയിരിക്കുന്നത്. ഉയർന്ന കമ്മീഷൻ നിരക്ക് കുറയ്ക്കുക, ഡ്രൈവർമാർക്ക് ന്യായമായ വരുമാനം ഉറപ്പാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചുകൊണ്ടാണ് സമരം. ഊബർ, ഓല, റാപ്പിഡോ സർവീസുകൾക്ക് എതിരെയും സംസ്ഥാന സർക്കാർ സംരംഭമായ കേരള സവാരിക്കെതിരെയും ഓൺലൈൻ ടാക്സികൾ പ്രതിഷേധം ശക്തമാക്കിയിട്ടുണ്ട്. ഉന്നയിച്ച ആവശ്യങ്ങളിൽ അനുകൂല തീരുമാനം ഉണ്ടായില്ല എങ്കിൽ ജൂലൈ 21 മുതൽ സംസ്ഥാനത്ത് ഓൺലൈൻ ടാക്സി സർവീസുകൾ വ്യാപകമായി തടസ്സപ്പെടാൻ സാധ്യതയുമുണ്ട്. കമ്പനികൾ വൻതോതിൽ കമ്മീഷൻ ഈടാക്കുകയാണെന്ന ആരോപണം ഓൺലൈൻ ടാക്സികൾ ഉന്നയിക്കുന്നുണ്ട്. 1000 രൂപയ്ക്ക് ഓടിയാൽ 500 രൂപ കമ്പനി കമ്മീഷനായി എടുക്കുകയാണ്. ഇന്ധനവില വർദ്ധിച്ച സാഹചര്യത്തിൽ വലിയ നഷ്ടത്തിലാണ് സർവീസ് നടത്തുന്നതെന്നാണ് ഓൺലൈൻ ടാക്സി ഡ്രൈവർമാർ പറയുന്നത്. ഇന്ധനവിലയും വാഹന പരിപാലന ചെലവും ഇൻഷുറൻസും വർദ്ധിച്ച സാഹചര്യത്തിൽ നിലവിലെ കമ്മീഷൻ സംവിധാനം അംഗീകരിക്കാനാകില്ല എന്നാണ് ഡ്രൈവർമാർ പറയുന്നത്. ഇന്ധനവില കുതിക്കുന്നതിനിടെ കമ്മീഷൻ കൂടി കൂടുതലായി നൽകേണ്ട സാഹചര്യം കടുത്ത സാമ്പത്തിക പ്രശ്നങ്ങൾക്ക് കാരണമാകുന്നുണ്ട്. പലപ്പോഴും സർവീസ് നടത്തി ലഭിക്കുന്ന തുക വാഹനത്തിന്റെ മെയിന്റനൻസിന് പോലും തികയുന്നില്ല എന്നാണ് ഡ്രൈവർമാരുടെ പക്ഷം.